കണ്ണാപ്പി ലൈവ് ആണല്ലോ. ചേച്ചി വാഴ 2 കണ്ടോ? അടിപൊളിയല്ലേ? ഒരു കാര്യം ഞാൻ പറയുന്നത് സംഭവം എന്താ പറയട്ടെ, ഞാൻ എന്റെ പൊന്നു മക്കളെ എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് മതിയായി ഗൈസ്. സീരിയസ്ലി എനിക്ക് മതിയായി. ഞാൻ പറഞ്ഞത് എന്താ, ഇവന്മാര് പറയുന്ന എന്താ? ഇല്ല ചുമ്മാ ചോദിച്ചു. എടാ ഒരു കാര്യം ഞാൻ പറയുന്ന വെച്ചാലേ, അവർക്ക് MRGനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ സിറ്റുവേഷൻ എടുക്കാം. ഓക്കെ, പക്ഷെ വേറെ ഒരു ഗാങ്ങിന്റെ പേര് വലിച്ചിട്ട്, അതായത് ശത്രുവായ ഒരു ഗാങ്ങിന്റെ പേര് വലിച്ചിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷെ ഞാൻ സിറ്റുവേഷൻ എടുക്കാം, പക്ഷെ അത് MRG ആയിട്ട് സിറ്റുവേഷൻ ജസ്റ്റ് ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞതിനാണ് ഇജാതി വർത്താനം പറയണേ. എനിക്ക് മനസ്സിലാകുന്നില്ല. ജസ്റ്റ് ഞാൻ അത് കണ്ട എന്റെ ഒപ്പീനിയൻ മാത്രമാണ് അവിടെ പറഞ്ഞത്. പക്ഷെ ഇത് ലൂപ്പാണ് ഗൈസ്, ഇത് പക്കാ ലൂപ്പാണ്. മൂന്നാമതൊരു ഗ്യാങ്ങിന്റെ പേര് വലിച്ചിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, എന്റെ ഒപ്പീനിയൻ ആണെന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട് പിള്ളേരെ. എന്റെ ഒപ്പീനിയൻ ആണ് ഞാൻ എടുത്ത് പറയുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ജസ്റ്റ് എന്റെ ഒപ്പീനിയൻ മാത്രമാണ്, അല്ലാതെ ഒരിക്കലും ടിവിയെ എങ്ങനെ സിറ്റുവേഷൻ എടുക്കണമെന്ന് പഠിപ്പിക്കാൻ ഞാൻ എവിടെ എത്തൂല. എന്റെ ഒപ്പീനിയൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിനക്ക് മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞോ, എടാ ഇങ്ങനെ കളിക്കണം, അല്ലെങ്കിൽ എന്റെ ഒപ്പീനിയൻ നീ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സമയത്ത് അയ്യോ ഈ മനുഷ്യനെ കാണുമ്പോ എനിക്ക് അങ്ങ് രോമാഞ്ചം കേറും. ഈ മനുഷ്യനെ കാണുമ്പോ അയ്യോ ഈ മനുഷ്യനെ കാണുമ്പോ. അല്ല, ഞാൻ പറഞ്ഞതാ. ഇത് ടിജിയുടെ ഇന്നലത്തെ സിറ്റുവേഷന്റെ മറ്റേ ഇവിടെ കുടുംബശ്രീയിലൊക്കെ ഉള്ള വലിയ തലമുത്താളുടെ പേരാ ഖജാജി. അല്ലേ പറഞ്ഞ ഒരു സമയത്ത് ആൾക്കങ്ങ് കേറും. ഞാനേ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ സ്നേഹിച്ചത്. അത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഓരോ ഗ്യാങ്ങിനെ റെസ്പെക്ട് ചെയ്യുന്നത്. എക്സ്പെക്ട് ചെയ്യുന്നില്ല, സീരിയസ്ലി ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് TV എന്ന ഗാങ്ങിനെ റെസ്പെക്ട് ചെയ്തത്. ജസ്റ്റ് എന്റെ ഒപ്പീനിയൻ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇത് കേൾക്കണേ. ജസ്റ്റ് എന്റെ ഒപ്പീനിയൻ പറഞ്ഞതിന്റെ പേരില് ഇവിടെ ഒരാൾക്ക് ഒപ്പീനിയൻ പറയേണ്ട റൈറ്റ്സ് ഇല്ലേ? സങ്കടമുണ്ടടാ, നല്ല സങ്കടമുണ്ട്. ജസ്റ്റ് ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞതിന്റെ പേരിലാണ് ഈ ലൈവ് ഇരുന്നോണ്ട് കളിയാക്കണേ. ഇതൊന്നും ഒപ്പീനിയൻ അല്ല. ഇത് പിന്നെ ഒപ്പീനിയൻ അല്ലാണ്ട് എന്ത് തേങ്ങയാണ്, എനിക്ക് മനസ്സിലാവണില്ല. ബാക്കി ക്ലിപ്പുകളൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത്. ഓ, എന്ന് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യൂ. ബാക്കി ഇങ്ങോട്ട് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും. അതിനെന്തിനാ കുറയ്ക്കണേ? എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിയാക്ട് ചെയ്യാത്തത്. ഇത് കൊറേ ഇവളൊന്നും പറയുന്ന പോലെ TV കളിക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കളിക്കണോന്ന് പറഞ്ഞോ? ജസ്റ്റ് എന്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് എന്റെ ഒപ്പീനിയൻ, അല്ലാതെ ഇങ്ങനെ കളിക്കണോന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് എന്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ അവിടെ പറയണേ. സങ്കടം ഉണ്ടടാ. ഞാൻ അങ്ങനെ കണ്ടൊരു ഗ്യാങ്ങാണ് ഇതൊക്കെ. വിട്ടുകളാ, ഇത് പറഞ്ഞില്ലേ, വിടാൻ അവനോടും പറഞ്ഞു. ഇത് അവനാ, നീ വിട്ടെ. അങ്ങനെ കണ്ട ഗ്യാങ്ങാണ് ഇതൊക്കെ. പറയുന്ന കേൾക്കുമ്പോ കൊള്ളുന്നുണ്ട്, സത്യം കൊള്ളുന്നുണ്ട്. ഇവിടെ കരയുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം. എനിക്ക് ഒരാളുടെ കരച്ചിലിനെ പോലും കളിയാക്കുന്ന മനുഷ്യൻ. ഇത്രയും മര്യാദക്ക് പറയാനല്ല ഞാൻ വന്നത്. ആക്ച്വലി
ഇവിടെ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും, നീ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. ജോക്കിന്നെ പറയുന്നുണ്ട് എന്താ പറഞ്ഞേക്കുക, ഞാൻ എന്താ പറഞ്ഞേ? ജസ്റ്റ് എന്റെ ഒപ്പീനിയനാണ് പറഞ്ഞേ. നീ വിട്, നമുക്കറിയാലോ. നീ വിട്, നീ വിട്ടേ. കുറച്ചു പേർക്ക് അറിയാം. എല്ലാരും അല്ല ഇപ്പോഴും പറയുന്നത് ഇവിടെ അറിയേണ്ടവർക്ക് അറിയാം. നീ വിട്ടേ, നീ വിട്ടേ. ഒരാളുടെ ഇമോഷനെ പോലും വെച്ച് കളിയാക്കുക, ഒരാളുടെ ഇമോഷനെ പോലും വെച്ച് കളിയാക്കുക. എന്റെ കാര്യം നോക്കിപ്പോയനെ അമ്മാതിരി ഹേറ്റ് സാധനങ്ങളാണ് ഓന്റെ അടുത്തും ബാച്ചൂസിന്റെ അടുത്തും ഒക്കെ വരുന്നത്. അത് ഞാനൊരു കാര്യം ഒരാളെ പബ്ലിക് നീ വിട്ടേ, മാറ്റടി. ഒരു ലിമിറ്റ് ഉണ്ട്. നീയൊക്കെ ടെക്സ്റ്റ് വെർബലി അബ്യൂസ് ചെയ്യുന്ന സമയത്ത് അവന്റെ പ്രൂഫ് സഹിതമുള്ള നിന്റെ അക്കൗണ്ടിൽ കൂടെ ഇന്നെന്താണ് അപ്പൊ പരിപാടി? ഹലോ 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 ഹലോ. ഇപ്പൊ നല്ലത് കിട്ടുന്നു. എന്ത് കിട്ടാൻ? ഒന്നുമില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ആസ് ടി വി ഫാൻ കണ്ണാപ്പി ഓവറാണ്. എടി, ഈ ചാറ്റില് വിഷമൊക്കെ ഇടുന്ന ഇതൊക്കെ ഓജി വിവറാണെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? അയ്യോ, അപ്പൊ എല്ലാരും ടോപ്പിക്കോടെ എന്തായാലും എനിക്ക് പറയാനുള്ളത് സീനൊന്നുമില്ല. ഹലോ കണ്ണാ. ഓ എന്തോ പറയടാ. 17-D3 രൂപ ത്രൂ സൂപ്പർ ചാറ്റ്. എന്ത് ചേച്ചി കാര്യാൽ PLS കണ്ണീരോടെ ചിരിക്കുന്നു. പരിപാടിയൊന്നുമില്ല. ഞാൻ അണ്ണനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അണ്ണൻ്റെ അടുത്ത് വിളിച്ച് കാര്യം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബാക്കി ഇനി എന്താ വെച്ചാൽ വരട്ടെ ഗൈസ്. ഇല്ല, എനിക്ക് ഞാൻ കരയുന്നതുകൊണ്ട് വേറെ ഒരുത്തൻ അവിടെ ഇരുന്ന് കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടൂല. സോ അത് ഞാൻ വിളിച്ച് അറിയിക്കേണ്ടവരെ ഞാൻ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. സോറി ഫ്രം ടി വി എന്നോ? ഇല്ലില്ല, കണ്ണൻ ഇന്ന് ബിഹേവ് ചെയ്തത് എനിക്ക് നല്ലോണം ബാഡ് ആയിട്ടുണ്ട്. കണ്ണൻ ഇന്ന് ബിഹേവ് ചെയ്തത് വളരെ മോശമാണ്. കണ്ണൻ ഇന്ന് ബിഹേവ് ചെയ്തത് പോടി ഉള്ളത്. നിന്റെ വീട്ടിൽ പോയി നിന്റെ തള്ളേനെ വിളിയടാ മൈരേ. അയ്യോ, MRC ഇവളെ താങ്ങാൻ ഇങ്ങനെ ഇവിടെ വന്നോന്നോ? MRCക്ക് എന്നെ താങ്ങിയിട്ട് വേണമല്ലോ ജീവിക്കാൻ. MRCക്ക് എന്നെ താങ്ങിയിട്ട് വേണമല്ലോ ഫുഡ് വാങ്ങി തിന്നാൻ. എന്റെ പൊന്നു ബ്രോ, അയ്യോ, സ്വന്തം കാര്യം നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം മിഥുൻ ബ്രോ. സ്വന്തം കാര്യം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, നല്ല കഷ്ടപ്പെട്ടിട്ട് ഞാൻ ജീവിക്കുന്നത് ബ്രോ. എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ. കണ്ണാപ്പിക്ക് വേണ്ടി നിങ്ങൾ സോറി വയ്ക്കുന്നു. ഇല്ല ഗൈസ്, ഞാൻ ഒന്ന് പറയട്ടെ. അവന്റെ വീട്ടിൽ ഇരുന്ന് അവന്റെ അമ്മയോ അവന്റെ അനിയത്തോ ഇതേപോലെ കരയാൻ നേരത്ത് അവൻ നിന്ന് ഇതേപോലെ ചിരിക്കോ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം. അവന്റെ വീട്ടിൽ ഒരാൾ ഇതേപോലെ ഇരുന്ന് കരയാൻ നേരത്ത് അവൻ അവരെ കളിയാക്കിക്കൊണ്ട് ചിരിക്കോ? അതോ അവരുടെ കരയുന്നവരുടെ ഇമോഷന് വാല്യൂ കൊടുക്കോ? അറിയാത്തോണ്ട് ചോദിക്കാണ്. നിന്റെ വീട്ടിലിരുന്ന് നിന്റെ അമ്മയും പെങ്ങളും കരയുമ്പോ ഇതേപോലെ തന്നെ നീയൊക്കെ പറയണോടാ ക്രൈ ഹാർഡ് എന്ന്. കേട്ടോ, ഇതേപോലെ തന്നെ നീയൊക്കെ പറയണം ക്രൈ ഹാർഡ് എന്ന്. അമ്മ കരയുമ്പോ കുറച്ചുകൂടെ അമ്മയെ ക്രൈ ഹാർഡ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണേടാ. ഒക്കെ അതൊക്കെ ഉണ്ടോന്നൊരു എനിക്ക് സംശയം. എനിക്ക് നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് അണ്ണന്റെ അടുത്ത് സംസാരിക്കാനുള്ളത് ഞാൻ അണ്ണന്റെ അടുത്ത്. എനിക്ക് ബാക്കിയുള്ള ഒരു ഡാഷുകളെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. 6 ഗെയിമിംഗ് ദാറ്റ്സ് നോട്ട് അഭിപ്രായം. 6 ഗെയിമിംഗ് ദാറ്റ്സ് നോട്ട് എൻ അഭിപ്രായം. ഓക്കെ, ദാറ്റ്സ് എ കളിയാക്കൽ വിത്ത് ഇമോഷണൽ റെസ്പെക്ട് ഇല്ലായ്മ. ഇതെന്താ ഇതൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിടുന്നേ? ഇത് മറ്റെന്തോ സബ്സ്ക്രൈബ് ടു പർപ്പിൾ. ഇതാണ് മറ്റേ 80+ എന്ന് പറഞ്ഞേ. മാക് ആണ് അതെന്നോ? ഏത് ഇതാ? ശരിയാ, മാക് സബ്സ്ക്രൈബ്. അതിനെ ഇപ്പോഴാണ് കാണുന്നത്. മാക് സബ്സ്ക്രൈബ്. ശരിയാ, ഇല്ലേ എടാ പൊട്ടന്മാര്, അത് ആരോ മാർക്ക് ഇട്ട് വെച്ചപ്പോ പോലും നോക്കിയിട്ടില്ലല്ലോടാ. അത് ഇത്രയും വലുപ്പത്തിൽ അത് ഏറോ മാർക്ക് ഇട്ട് വെച്ചേക്കുന്നത് നോക്ക്. എന്നിട്ട് പോലും അതൊരു
ഒരാള് ശ്രദ്ധിച്ചിട്ടില്ല. എടേ തൂക്കി തൂക്കി ഗൈസ്, ഇന്ന് മാക്കിന്റെ ലൈവിൽ എല്ലാരും പോയിട്ട് പറയണം കേട്ടോ. എന്താണ് ചാനലിന്റെ പേരെന്തായിരുന്നു? പർപ്പിൾ ഹാൽക്യോണോ? ഗൈസ് ഇന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എല്ലാരും ചാറ്റിൽ പോയിട്ട് മറ്റേ പർപ്പിൾ ഹാക്യോൺ എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യണം കേട്ടോ. ഇന്ന് എക്സ്പോസ്ഡ് മാക് എക്സ്പോസ്ഡ്. ചിലപ്പോ അവന്റെ DC ക്ക് എത്തുണ്ടാവും, പറയാൻ പറ്റില്ല.